നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയുടെ കളക്ഷനാണ്. നമുക്ക് കാഞ്ചീപുരം ബ്രൊക്കേഡിലൊക്കെ ഒറിജിനൽ ഒരു 15, 16 അതിന് മുകളിലേക്ക് വരുന്ന റേറ്റിൽ വരുന്ന സാരീസ് നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്. നമുക്ക് എല്ലായിടത്തും അത് കിട്ടുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതിനകത്ത് സെമിയിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന 3480 നമ്മൾ ആ ഒരു കാഞ്ചീപുരം ബ്രൊക്കേഡ് ഉടുത്ത അതേ പാറ്റേണിൽ നിൽക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല ആപ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. നമുക്ക് ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആട്ടോ, പെട്ടെന്ന് ഉടുക്കാൻ പറ്റും. പ്ലീറ്റ്സ് ഒക്കെ ഇട്ടാലും അതുപോലെ തന്നെ കിടക്കും. നല്ലൊരു ഒരു എലഗൻ ലുക്ക് തോന്നുന്ന സാരീസാണ്. എന്നാൽ ഓവറായിട്ടുള്ള തിളക്കവും അങ്ങനെയൊന്നും ഇല്ലാതാനും. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാനായിട്ട് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കാഞ്ചീപുരം ബ്രൊക്കേഡൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സാരിയാണിത്. 3480 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്, ഞാനതൊന്ന് കാണിക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഉടുത്തിരിക്കുന്ന അതേ പാറ്റേൺ ഒരു റെഡിഷ് മെറൂൺ ടോണിൽ വന്നിരിക്കുന്ന സാരിയാണ്. സാരി നമ്പർ 1 ആണിത്. ഇതിൻ്റെ ബോഡിയിൽ കണ്ടോ ഇതേപോലെ ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ വന്നിരിക്കുന്ന ഡിസൈൻ. 2 ടൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഇതേപോലെ ഒരു ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു 2 ഡിസൈൻ ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതിന് ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 സൈഡിലും ഈ ഒരു സെയിം ബോർഡർ. ഫുൾ ബോഡി നമുക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത്. മുന്താണി വരുമ്പോൾ ഇതാണ്. ഞാൻ ഒരെണ്ണം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം, ബാക്കിയെല്ലാം നമുക്ക് സെയിം ഡിസൈൻ തന്നെയാണ്. മുന്താണിയുടെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ ഡിസൈൻ. ടാസൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ ഈ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. ഞാൻ ഇട്ടിരിക്കുന്ന അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഇത് സാരി നമ്പർ 1 ആണ്. ഞാൻ ഇപ്പോൾ ഉടുത്തിരിക്കുന്ന കാണുമ്പോൾ അറിയാമല്ലോ, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരീസാണ്. നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരീസാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഓൾ ബോഡി. ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരും. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, ഉടുത്താലും നല്ല കംഫർട്ടബിളായിട്ടിരിക്കുന്ന സാരീസാണ്. സാരി നമ്പർ 1. അപ്പം ഇതിൻ്റെയൊക്കെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള കളേഴ്സാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അപ്പം നമ്പർ ഇടണം കേട്ടോ. നമ്പർ സ്ക്രീൻഷോട്ട് ഇടുന്ന കൂട്ടത്തിൽ നമ്പറും കൂടെ പറയണേ. സാരി നമ്പർ 1. സാരി നമ്പർ 2 വരുമ്പോൾ ഒരു റാണി പിങ്ക് ഷെയ്ഡ്. സാരി നമ്പർ 2 റാണി പിങ്ക് ടോൺ. സാരി നമ്പർ 2 സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഡിസൈനൊക്കെ സെയിം തന്നെ. നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനും വന്നിരിക്കുന്നത്. ഓവറായിട്ടുള്ള തിളക്കവും ഇല്ല, നല്ല സറ്റിലായിട്ട് നിൽക്കുന്ന സാരീസ്. സാരി നമ്പർ 2 റാണി പിങ്ക്. റാണി പിങ്കിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി ഫുൾ ഇങ്ങനെ ബ്രൊക്കേഡ് വീവ് ആയതുകൊണ്ട് നമുക്ക് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും എപ്പോഴും നല്ലത്. സാരി നമ്പർ 3 വരുമ്പോൾ അല്പം കൂടെ ഒരു റെഡ് ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 3 അല്പം കൂടെ ഒരു റെഡിലേക്ക് വരുന്ന ഒരു, എന്നാൽ ഭയങ്കര പ്യുവർ റെഡ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റെഡും അല്ല, അല്പം മെറൂണും കൂടെ ചേർന്നിട്ടുള്ള ഒരു റെഡില്ലേ, അതേപോലത്തെ നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ്. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പം 4 വരുമ്പോഴും നമുക്ക് ഈ ഒരു ഷെയ്ഡാണ്, അതായത് ഒരു മെറൂണിൻ്റെ തന്നെ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന സാരിയാണ്. സാരി നമ്പർ 4 വരുമ്പോഴും അല്പം ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. സാരി നമ്പർ 4. അല്പം ഒരു വൈനും മെറൂണും കൂടെയൊക്കെ ചേർന്ന് അങ്ങനത്തെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 5 വരുമ്പോൾ അല്പം കൂടെ ഡാർക്ക് മെറൂണിലേക്ക് വരുന്ന സാരി. സാരി നമ്പർ 5 വരുമ്പോൾ അല്പം കൂടെ മെറൂണിൻ്റെ തന്നെ അല്പം കൂടെ ഡാർക്ക് മെറൂൺ. സാരി നമ്പർ 5. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു ഇതാണ് ബ്ലൗസ് വരുന്നത്, മെറൂൺ. ഇതാണ് സാരി നമ്പർ 5. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കാഞ്ചീപുരം ബ്രൊക്കേഡിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്